കൂട്ടുകാരെ, ടൈറ്റാനിക് എക്സിബിഷൻ്റെ രണ്ടാം ഭാഗം ഞാൻ ഇടണമെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ബാക്കി എന്തൊക്കെ വിശേഷങ്ങൾ എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. അവിടെ ഒരുപാട് ഗെയിമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ടൈറ്റാനിക്ക് കയറി ജാക്കിനെയും റോസിനെയൊക്കെ കണ്ട് രണ്ട് വർത്താനം പറഞ്ഞ് രണ്ട് സെൽഫിയൊക്കെ എടുത്ത് പിന്നെ സലാം പറഞ്ഞ് കൈയും കൊടുത്ത് മടങ്ങി വന്നപ്പോൾ പുറത്തുള്ള കാഴ്ചകളാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് ഇവിടുന്ന് റൈഡുകളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഏതൊക്കെ തരം റൈഡുകളാണ്, കുട്ടികൾക്ക് ഏതൊക്കെയാണ്, നമുക്ക് മുതിർന്നവർക്കുള്ള റൈഡുകൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കരുത്. വീഡിയോ കാണുന്ന കൂട്ടുകാർ ആദ്യം തന്നെ ഒരു ലൈക്ക് ഇട്ടിട്ട് വീഡിയോ കണ്ടോളൂ. അപ്പോൾ ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. ഒരുപാട് ഓഫറിൽ നല്ല വിലക്കുറവിൽ പലതരം ഐറ്റംസുകൾ, വെറൈറ്റി ഐറ്റംസുകളാണ് കേട്ടോ. ഇവിടെ ഒരുപാട് വിത്തിൻ്റെ ഓരോ ഷോപ്പുണ്ട്. പിന്നെ ചെരുപ്പ് കാര്യങ്ങൾ, അതുപോലെ ഡ്രസ്സ്, പിന്നെ ഫാൻസി ഐറ്റംസ്, ഐസ്ക്രീം ഷോപ്പ്, പിന്നെ അതുപോലെ ഒരുപാട് സ്നാക്ക് ഐറ്റംസ്, ഫുഡിൻ്റെ ഐറ്റംസ്, ജ്യൂസുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗെയിമുകളുണ്ട്. അങ്ങനെ നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എക്സിബിഷൻ തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഇതിൽ ടൈറ്റാനിക് കാണാൻ വന്നാൽ അത് മാത്രമല്ല, ഒരുപാട് റൈഡുകളിലും കയറാം. കുട്ടികൾക്കാണെങ്കിലും നല്ല എൻജോയ്മെൻറ്റാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഗെയിമുകൾ കാണിച്ചു തരാം കേട്ടോ. ഫാമിലി ഗെയിം വന്നിട്ട് വെറൈറ്റി ഗെയിമാണ് കേട്ടോ ഉള്ളത്. നല്ല ത്രില്ലിംഗ് ആയിട്ട് തോന്നി. ഓരോരുത്തരും അവിടെ നല്ല ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. പിക്ക ഒരു ഗെയിം എടുത്തിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോയപ്പോൾ പിന്നെ റൈഡുകളാണ് അവിടെ നിന്ന് അങ്ങനെ തുടങ്ങുന്നത്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും, മുതിർന്നവർക്കും എല്ലാവർക്കും ഇരിക്കാൻ പറ്റിയ ഒരുപാട് റൈഡുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ ഹൊറർ ഹൗസൊക്കെ ഉണ്ട്. പിന്നെ ഇതേ കണ്ടില്ല, കുട്ടികൾക്ക് പറ്റിയ നല്ല റൈഡുകളുണ്ട്. അപ്പോൾ അവർ ബൈക്ക് കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിട്ട് അതിലിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഇരുന്നു കേട്ടോ. 50 രൂപയായിരുന്നു ഇരിക്കാൻ. അധികവും 50 തന്നെയാണ് കുട്ടികൾക്കൊക്കെ ഉള്ള റൈഡ്. പിന്നെ നമുക്കൊക്കെ ഉള്ളത് 80 രൂപ 100 രൂപ അങ്ങനെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരെ പിടിച്ച് അതിലിരുത്തി അവർ നല്ല എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കുകയാണ്. ഇവർ മാത്രം തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ചിലതിൽ ഫുള്ളായിട്ട് ഇരിക്കുന്നുണ്ട്, ചിലതിൽ കുറച്ച് ആൾക്കാരാകുമ്പോൾ തന്നെ അവർ ഓണാക്കിയിട്ട് വിടുന്നുണ്ട്. അപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് ഇരുന്നു കേട്ടോ. അവർക്ക് എന്തോ വലിയൊരു ബൈക്ക് ഓടിക്കുന്ന പോലെ ആയിരുന്നു അവരുടെയൊക്കെ മുഖം കാണുമ്പോൾ. പിന്നെ അവിടെ ഉള്ളത് സ്നോ പാർക്ക് ഉണ്ട് കേട്ടോ, സ്നോ വേൾഡ്. അതിലൊന്നും കയറിയില്ല കേട്ടോ ഞങ്ങൾ. എല്ലാ സംഭവവും ഇത്രയൊരു സ്ഥലത്ത് എല്ലാ സംഭവവും ഒരു ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് വെറൈറ്റി ഗെയിമുകളും റൈഡുകളും ഒക്കെ ഉണ്ട്. എല്ലാത്തിനും ചാർജ് 50 രൂപയാണ് കേട്ടോ. പിന്നെ ഇവിടെ പിന്നെന്താ ഫുഡിൻ്റെ സെക്ഷനായിട്ട് അതും ഉണ്ട് ഇപ്പുറത്തെ സൈഡിലായിട്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ എല്ലാം എന്താ പറയുക, അവിടെ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ രാത്രി കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ എന്തായാലും ന്യൂ ഇയർ ഇപ്രാവശ്യം അടിച്ച് പൊളിച്ചു കേട്ടോ. ന്യൂ ഇയറിൻ്റെ ദിവസം എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും, കുട്ടികൾക്കാണെങ്കിലും ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ എനിക്ക് അതിശയമായിട്ട് തോന്നിയത് വലിയൊരു യന്ത്രൂഞ്ഞാലാട്ടോ. എന്ത് രസമാണെന്നറിയാം കാണാൻ. നല്ല ലൈറ്റായിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ നേരം നോക്കി നിന്നു കേട്ടോ. അതിൽ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷേ ഇതിൽ കയറുമ്പോൾ ഭയങ്കര പേടിയായിരിക്കും കേട്ടോ. ഞങ്ങളെന്നില്ല അതിൽ കയറിയില്ല. പിന്നെ ഇവർ ഇതിൽ ഇരുന്നു കേട്ടോ. ഒരാൾക്ക് ഈ ജീപ്പിൻ്റെ ഇതിൽ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട്, ജീപ്പാ കാറാ എന്തോ അതിലിരിക്കണം എന്ന് പറഞ്ഞിട്ട് അതിലിരുന്നു കേട്ടോ. അങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ ഇവർക്ക്. ഞാൻ വിചാരിച്ചു സ്പീഡിൽ കറക്കുമ്പോൾ അവർക്ക് പേടി ഉണ്ടാവുമെന്ന്. ഇത്തിരി ചെറിയ കുട്ടികളടക്കം ഇരിക്കുന്നുണ്ട് കേട്ടോ അതിൽ പേടിയില്ലാണ്ട്. കുറച്ച് സ്പീഡിൽ അവർ കറക്കുന്നുണ്ട്. പക്ഷേ ഭയങ്കര അവർക്ക് എന്താ പറയുക, അവർക്ക് ഭയങ്കര സന്തോഷം. പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ അല്ലേ, അതുകൊണ്ട് എല്ലാ കുട്ടികളും കരയാതെ ഇങ്ങനെ നോക്കിയിരുന്നോളും. അതിലാണെങ്കിലും നല്ല സാധാരണ ഇങ്ങനെ ലൈറ്റ് ഞാൻ കണ്ടിട്ടില്ല എവിടെ ഈ റൈഡുകളിലൊന്നും. ഇവിടെ ഒരുപാട് ലൈറ്റ് ഉണ്ട്. പിന്നെ ഇത് കാണുന്നത് മരണക്കിണറാണ് കേട്ടോ. നല്ല എന്താ പറയുക, മരണക്കിണർ ഞാൻ ചെറുപ്പത്തിൽ കണ്ട ഒരു ഓർമ്മ ഉണ്ട്. എനിക്ക് കാണാൻ ഭയങ്കര പേടിയാട്ടോ, അതിൽ കയറിയില്ല. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇവിടെ ഭയങ്കര നല്ല പാട്ടുകളാട്ടോ, പണ്ടത്തെ മാപ്പിളപ്പാട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നോക്കിയൊക്കെ നല്ല എന്താ പറയുക, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. വെറൈറ്റി ആയിട്ട് തോന്നി. ഇങ്ങനെ സാധാ റൈഡുകളൊന്നും ഇങ്ങനെ ഈ ഒരു സംഭവം കാണാറില്ല. ഞാൻ അധികം യന്ത്ര ഊഞ്ഞാലൊക്കെ തന്നെ കാണാറുള്ളൂ. ഇതൊരു പുതുമയായിട്ട് തോന്നി കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് രാത്രി ആയതുകൊണ്ടാണ് തോന്നുന്നത്, എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ.
പിന്നെ എന്താ പറയുക, പിന്നെ ട്രെയിനുണ്ട്. ട്രെയിനിൽ അവർ ട്രെയിനിൻ്റെ ഭ്രാന്തനാണ് എൻ്റെ മൂത്ത മോന്. അതിനുള്ള ഭയങ്കര ഒരു ഇതാണ് അവനിക്ക് കേട്ടോ. അപ്പോൾ അതിൽ കയറിയിരുന്നു, ചുളുവിലൊക്കെയും കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, കുറേ നേരം അതുണ്ടായിരുന്നു. വേറെ റൈഡുകളെക്കാളും ഒരുപാട് നേരം ട്രെയിന് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇപ്പം നിൽക്കും പറഞ്ഞിട്ട് ഇരുന്ന് ഞാൻ കുറച്ച് നേരമൊക്കെ വീഡിയോ എടുത്തു. നോക്കുമ്പോൾ നിൽക്കണില്ല. അപ്പോൾ ഞാൻ പിന്നെ അവിടെ വീഡിയോ നിർത്തി. ഒരുപാട് കുട്ടികൾക്ക് പിന്നെ എന്താ പറയുക, സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു കുട്ടികൾക്കല്ല കേട്ടോ, വലിയ ആൾക്കാർ അതിലിരിക്കുന്നുണ്ട്. എല്ലാവരും ഫാമിലിയോടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ സംഭവത്തിൽ കയറിയിട്ട് അവിടെ ഒരു മയിലാട്ടം എന്നൊക്കെ പറയുമല്ലോ, അതിൽ ഞാൻ കയറിയിരുന്നു കേട്ടോ. ഇവിടെ പ്രത്യേകിച്ച് അട്രാക്ഷൻ തോന്നുന്നു പറഞ്ഞാൽ ഒരുപാട് ലൈറ്റുകളാണ്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ളത് ഇങ്ങനെ ഒരു സംഭവമാണ് കേട്ടോ. ചെറിയ കുട്ടികൾക്കൊക്കെ കളിക്കുക. ഇവർക്ക് ഇത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതിൽ കയറിയില്ല. പിന്നെ അതിൻ്റെ ഈ സൈഡിലായിട്ട് ഫുഡിൻ്റെ ഒരു സെക്ഷൻ തന്നെയുണ്ട് കേട്ടോ. നല്ല വെറൈറ്റി ഫുഡുകളായിട്ട് നമ്മുടെ കുലുക്കി സർബത്ത് അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ എയ്റോപ്ലെയിനിൽ കയറണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു. അങ്ങനെ ലാസ്റ്റത്തെ ഇതല്ല, അതിലും കൂടി അങ്ങോട്ട് കയറി പിന്നെ സമാധാനമായല്ലോ എന്ന് പറഞ്ഞിട്ട് അതിലും കൂടി ഇരുത്തിയിട്ടോ ഇവരുടെ. പിന്നെ ഞാൻ കയറിയത് ഈ ഒരു റൈഡിലാണ്. എന്താ പറയുക, ഒരു മയിലാട്ടം എന്നൊക്കെ പറയില്ലേ, ഈ ഒരു തോണി പോലത്തെ ഒരു സംഭവത്തിൽ ഞാനും ഉമ്മയും കൂടി കയറിയത് കേട്ടോ. ഞാൻ പേടിച്ചിട്ട് അവിടെ എല്ലാവരുടെയും കൂക്കി വിളിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ തന്നെ എല്ലാ റൈഡുകളിലും ഇതേപോലെ യന്ത്രൂഞ്ഞാലാണെങ്കിലും അങ്ങനെ എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കുട്ടികൾക്ക് ഒരു കളിസാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കളിക്കുന്നതൊക്കെ വാങ്ങി ഇറങ്ങിയിട്ട് ഇറങ്ങിയപ്പോഴായി ടൈറ്റാനിക്കിൻ്റെ ഈ ഒരു ഭാഗം കാണുന്നത് കേട്ടോ. ശരിക്കും നല്ല രസമായിട്ട് തോന്നി. ഇവിടുന്ന് പുറത്തുനിന്ന് കാണുമ്പോഴാണ് ശരിക്കും ടൈറ്റാനിക്കിൻ്റെ ഒരു ലുക്ക് വരുന്നത്. പുറത്തുനിന്ന് കാണുമ്പോൾ നല്ലൊരു രസമുണ്ട് കേട്ടോ. പിന്നെ അവിടെ ഒരുപാട് കളിക്കുന്ന സംഭവങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ ആ ബലൂണ്, പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു രാത്രി കാണാനായിട്ട്. അപ്പോൾ പാലക്കാടുള്ളവരൊക്കെ വന്ന് കണ്ടോളൂ, നല്ല രസമുണ്ട് എന്തായാലും. ഞങ്ങളെന്തായാലും അടിച്ചു പൊളിച്ചു. പിന്നെ ഈ ടൈറ്റാനിക്കിൻ്റെ പുറത്തുള്ള ആ ഒരു ഭാഗമാണ് കേട്ടോ, വലുതായിട്ടാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചത്. എങ്ങനെയാണ് അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതെന്ന് അറിയാത്തത്. എന്തായാലും എല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും നല്ല ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഉള്ളിലൊക്കെ കാണാനായിട്ട്. ശരിക്കും ടൈറ്റാനിക്കിലൊക്കെ പോയ അതേ ഒരു ഫീലായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ജാക്കിനെയും റോസിനെയൊക്കെ നേരിട്ട് കണ്ട് ഓരോ ഫോട്ടോ ഒക്കെ എടുത്ത് അതേ ഒരു ഫീലായിരുന്നു. അപ്പം ഓരോരുത്തരും ഓരോ ഇതായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോൾ നല്ല സങ്കടം തോന്നി. കാരണം കാലിന് വയ്യാത്തൊരു സ്ത്രീയാണ് കച്ചവടം ചെയ്യാനിരിക്കുന്നത്, ചെറിയ കുട്ടിയൊക്കെ ആയിട്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ വേറെ ഭാഗത്തു നിന്ന് കളിക്കുന്നത് വാങ്ങിയതുകൊണ്ട് ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഒന്നും. അപ്പോൾ പാലക്കാടുള്ളവരൊക്കെ വന്ന് റൈഡൊക്കെ കയറി അടിച്ച് പൊളിച്ചിട്ട് പോവുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബായ്.